ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കുഞ്ഞു കാര്യമുണ്ട്. കുഞ്ഞു കാര്യം എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ കുഞ്ഞു കാര്യമാണ്, പക്ഷെ ചെയ്യാൻ അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാകുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു തരുന്ന ഏറ്റവും അനുഗ്രഹത്തിന്റെ ഒരു വഴിയാണ്. നമ്മൾ ഇന്നൊന്ന് അതൊന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. പരിശുദ്ധ അമ്മയുടേതായിട്ട് സുവിശേഷത്തിൽ ബൈബിളിൽ നമ്മൾ കാണുന്ന ഏറ്റവും അവസാനത്തെ വാക്യം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? തീർച്ചയായിട്ടും ബൈബിള് ശ്രദ്ധാപൂർവ്വം അല്പം ശ്രദ്ധയോടുകൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. പരിശുദ്ധ അമ്മ ഒത്തിരി കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ സംസാരിക്കുന്നുള്ളൂ. പരിശുദ്ധ അമ്മയുടേതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അത് യോഹന്നാൻ 2:5 അറിയാലോ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശോ പറയുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഇതാണ് പരിശുദ്ധ അമ്മ ഏറ്റവും അവസാനമായിട്ട് ബൈബിളിൽ സംസാരിച്ച സ്റ്റേറ്റ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ വാക്യം എന്നൊന്നും പറഞ്ഞാൽ മാത്രം പോരാ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യങ്ങളൊന്നാണ്. പരിശുദ്ധ അമ്മ നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ ഈശോയുടെ മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈശോ തന്ന വഴികളെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടി അമ്മ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം ഇതാണ്: ഈശോ പറയുന്നത് അനുസരിക്കുക. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ, ഞാനും നിങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ നമ്മുടെ മെയ് മാസം അവസാനിക്കുകയാണ്, 31-ാം തീയതി. നാളെ രാത്രിയിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒക്കെ ഒന്ന് സമർപ്പിച്ച് ഒരു 10 നന്മ നിറഞ്ഞവരെ ഒരുമിച്ച് ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉള്ളത്. നാളെ രാത്രി നിങ്ങൾ മിസ്സാവാതെ നാളെ ഒരു 10 നിയോഗങ്ങൾ മനസ്സിൽ വെക്കണം. ഞാനൊരു 10 നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം. ഈ നിയോഗങ്ങൾ ഇപ്പോൾ നാളെ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യമല്ല, അതുമാത്രമല്ല, എന്തൊരു പ്രാർത്ഥനകളും നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് മറിയം പറയുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് വെച്ചാൽ ഈശോയെ അനുസരിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. പഴയ നിയമത്തിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് അത് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 19-ാമത്തെ എടുക്കാം. സീനായി ഉടമ്പടി, സീനായിൽ വെച്ച് ഇങ്ങനെ കർത്താവ് കുറെ കൽപ്പനകൾ മോശയിലൂടെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ജനത്തോട് പറയുന്നത് എന്താ? നിങ്ങൾ ഇതെല്ലാം അനുസരിക്കണം. ആ ജനം ഇത് കേട്ട് ദൈവത്തിന്റെ ആ സ്നേഹമൊക്കെ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ആ കർത്താവിന്റെ വലിയ കാരുണ്യമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരൊരു തീരുമാനം എടുക്കുന്നുണ്ട്. പിന്നീട് തെറ്റിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. കർത്താവ് പറഞ്ഞ അനുസരിക്കുക. ജനം ഒരു തീരുമാനം എടുക്കണം. 19-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, ജനം ഏക സ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. നോക്കുക, വചനം ശ്രദ്ധിച്ചോ. ജനം ഒരേ സ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. 24-ാമത്തെ എടുക്കാം, പുറപ്പാട് 24. ഒന്ന് രണ്ട് വചനങ്ങൾ ഒന്ന് വായിച്ച് കിടന്നുറങ്ങണം. 24-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ്. പുറപ്പാട് 24:3, മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏക സ്വരത്തിൽ മറുപടി പറഞ്ഞു. അതായത് ഈ നിയമങ്ങളൊക്കെ കൊടുത്ത സമയത്ത് കർത്താവ് സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതെല്ലാം അനുസരിച്ചോളാന്ന് അവർ വീണ്ടും വാഗ്ദാനം ചെയ്യുകയാണ്. ഇനി ഒരു കാര്യം കൂടെ വായിച്ചേ, 7-ാമത്തെ വാക്യത്തിൽ 24:7, അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. എന്നൊക്കെ പഴയ നിയമത്തിലെല്ലാം ഇതാണ് അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായിട്ട് കാണുക. എന്താണ് അനുഗ്രഹത്തിന്റെ അടയാളം? അനുസരിക്കുക. ദൈവം പറഞ്ഞത് അനുസരിക്കുന്നവരെയാണ് ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കുക. അപ്പോസ്തലപ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിൽ 32-ാം വാക്യം, ഈ അടുത്തിടയ്ക്കാണല്ലോ നമ്മൾ പെന്തക്കോസ്ത് തിരുനാളൊക്കെ ആഘോഷിച്ചത്. അപ്പോസ്തലപ്രവർത്തനം 5:32 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ആർക്കാ കിട്ടുക? തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷികളായിരിക്കും. നിങ്ങൾ ആ വചനം ഒന്ന് എടുത്ത് വായിക്കണേ. അപ്പോസ്തലപ്രവർത്തനം 5:32, തന്നെ അനുസരിക്കുന്നവർക്കാണ് ദൈവം ആരെ കൊടുക്കുക? പരിശുദ്ധാത്മാവിനെ കൊടുക്കുക. അപ്പൊ പന്തക്കുസ്ത കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഒരു കൃപയിൽ നമ്മൾ നിൽക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൽ ജ്വലിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധമ്മ പറഞ്ഞ കാര്യം കേൾക്കണം, ഈശോ പറഞ്ഞത് അനുസരിക്കുക. ഒരു വചനം കൂടെ എടുത്താലോ? ജോഷുവയുടെ പുസ്തകത്തിൽ 24-ാം അധ്യായം 24-ാം വാക്യം ഓർത്തിരിക്കുക, എളുപ്പമാണ്. ജോഷുവ 24:24, 24 വചനം ഇങ്ങനെയാണ്. ഷെക്കേമിൽ വെച്ച് അവർ ഉടമ്പടി ചെയ്യുമ്പോൾ ജനം വീണ്ടും ജോഷുവയോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്ക് കേൾക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മളിപ്പോൾ ഇന്ന് വായിച്ച ഈ വചനഭാഗങ്ങളൊക്കെ ഒന്ന് ചേർത്ത് ഒറ്റ വാക്യത്തിൽ നമുക്ക് ഒന്ന് ചെറുതാക്കി പറയാൻ പറ്റുമെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈശോയെ അനുസരിക്കാൻ, കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ തീരുമാനിച്ചാൽ അത് അനുഗ്രഹത്തിൻ്റെ ഒരു ടാപ്പ് തുറക്കും. ടാപ്പ് തുറന്ന് ഇങ്ങനെ വെള്ളം, അനുഗ്രഹത്തിൻ്റെ വെള്ളം ഇങ്ങനെ നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിയോഗങ്ങളുണ്ട്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈശോയെ ഇത് സാധിച്ചു കിട്ടണം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഈശോ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവ് എനിക്കത് വേണം, എനിക്കിത് വേണം. അതിലൊന്നും തെറ്റൊന്നുമില്ല. നമ്മൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനും പറയാറുണ്ട്, കർത്താവ് ഇത് നന്നായിട്ട് പോണേ, ഈശോ ഈ ഒരു ശുശ്രൂഷ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. ഇമെയിലുകളൊക്കെ വരുമ്പോൾ നിയോഗങ്ങളൊക്കെ ഈശോയുടെ കയ്യിലോട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഇവരെ അനുഗ്രഹിക്കണേ. അങ്ങനെ ഈശോയോട് പറയുന്നതിന് തെറ്റൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നല്ല കാര്യം, ഈശോയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇങ്ങോട്ട് പറയുന്നതും കൂടെ നമ്മൾ അനുസരിക്കണം. ചുമ്മാ കേട്ടാൽ പോരാ, അനുസരിക്കണം. നമ്മളങ്ങനെ അനുസരിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക. അനുസരണത്തിൻ്റെ പിന്നാലെ അനുഗ്രഹം ഉണ്ടാവും. അനുസരണത്തിൻ്റെ പിന്നാലെ
അനുഗ്രഹം ഉണ്ടാവും. പ്രിയപ്പെട്ട മക്കള്, സഹോദരങ്ങൾ, ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാവട്ടെ. ഈശോയെ അനുസരിക്കാൻ, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ, അനുസരിക്കാനുള്ള കൃപ എനിക്കും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.